സൂപ്പർ കൺമണി സീരിയലിൻ്റെ ഏറ്റവും പുതിയ എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അങ്ങനെ ഗിഫ്റ്റൊക്കെ മേടിച്ച് ഗൂഗിളും കൃഷും കൺമണിയും തിരികെ വീട്ടിലേക്ക് വരുമ്പോഴത്തേക്കും സമ്മാനങ്ങളുടെ എണ്ണം കണ്ടിട്ട് അമ്മായിമാർക്കും ശ്രീനിവാസനൊക്കെ ഒരുപാട് സന്തോഷമാകുന്നു. ഞാൻ മാക്സിമം പറഞ്ഞു ഇത്രയും വിലപിടിപ്പുള്ള സാധനങ്ങളൊന്നും വേണ്ടെന്ന്. അപ്പോൾ കൺമണി പറയുന്നുണ്ട് ഗൂഗിൾ വേണ്ടെന്ന് പറയുന്നതിനനുസരിച്ച് സാറാണെങ്കിൽ ആ ഗിഫ്റ്റുകൾ തന്നെയാണ് എടുത്തത്. എന്തായാലും ഗൂഗിളിന് ഒരുപാട് സന്തോഷമായല്ലേ എന്നൊക്കെ പറഞ്ഞ് അമ്മായിമാരും കൃഷും കൺമണിയൊക്കെ കുറച്ച് നേരം നിന്ന് സംസാരിച്ചിട്ട് യാത്ര പറഞ്ഞു പോകുന്നു. ഇന്നൊരു നല്ല ദിവസമായിരുന്നു. എന്തായാലും സങ്കടപ്പെട്ട് നിന്ന ഈ സമയത്ത് തനിക്കൊരാശ്വാസം കിട്ടിയത് ഈ ഒരു ട്രിപ്പാണെന്നും നാളത്തെ പാർട്ടിക്ക് വരില്ലേന്ന് നോക്കുമ്പോൾ പിന്നെ തീർച്ചയായിട്ടും വരത്തില്ലേ എന്നൊക്കെ പറഞ്ഞ് കൃഷി പോകുമ്പോഴത്തേക്കും അമ്മായി ആണെങ്കിൽ ശാന്തമ്മായി ഓടി വന്ന് ചോദിക്കുന്നുണ്ട്, ഇങ്ങനെയാണോ യാത്ര അയക്കുന്നത്? ഒരു ഉമ്മ കൊടുത്ത് പറഞ്ഞയക്കണ്ടേ? ഞാനവിടെ നോക്കി നിന്നല്ലേ അത് കാണാൻ വേണ്ടിയിട്ട്. ഈ അമ്മായി ഇതെന്തൊക്കെയാണ് പറയുന്നത്? പിന്നെ നിങ്ങൾ രണ്ടുപേരും കൂടി ഫോണിൽ സംസാരിക്കുന്നത് പലതവണ ഞാൻ ഒളിഞ്ഞു കേട്ടിട്ടുണ്ടല്ലോ. ഈ അമ്മായിയുടെ ഒരു കാര്യം പിന്നല്ലാതെ ഒരല്പ റൊമാൻറ്റിക്കൊക്കെ ആവേണ്ടതെന്ന് പറഞ്ഞിട്ട് ശാന്തമായി കിളി പോയ കണക്ക് സംസാരിക്കുന്നത് കണ്ട് കൺമണിക്കാണെങ്കിൽ നാണവും അതുപോലെ അതിശയവും വരുന്നുണ്ട്. സംസാരിക്കാനായിട്ട് മാനസ ഒന്നും അറിയാത്ത മട്ടിന് പോകുന്നു. എവിടേക്ക് പോകുന്നു എന്ന് പറയുമ്പം ഇന്നെൻ്റെ മകൻ്റെ പിറന്നാൾ, അതിന് കുറച്ച് ഗിഫ്റ്റൊക്കെ മേടിക്കാൻ പോകുന്നു. പിറന്നാളുകാരൻ എന്തെന്ന് ചോദിക്കുമ്പം അവനെ കൂട്ടിക്കൊണ്ട് പോയാൽ അവൻ ഒരുപാട് വിലപിടിപ്പുള്ള സാധനങ്ങളൊക്കെ നോക്കിയെടുക്കും. അതിനൊന്നും കൊടുക്കാനുള്ള ക്യാഷ് എൻ്റെ കയ്യില്ല എന്ന് പറയുമ്പോൾ മാനസയാണെങ്കിൽ ഒരു കെട്ട് നോട്ടെടുത്ത് ധനലക്ഷ്മിക്ക് നീട്ടുന്നുണ്ട്. പിറന്നാളല്ലേ, കൊച്ചിനും എല്ലാം മേടിച്ചു കൊടുക്കാൻ പറയുമ്പം ആദ്യം വേണ്ടെന്ന് പറയുന്നെങ്കിലും പൈസ കണ്ടപ്പോഴത്തേക്കും സന്തോഷത്തോടെ മേടിച്ചു വെക്കുന്നുണ്ട് ധനലക്ഷ്മി. എന്നിട്ടൊന്നും അറിയാത്ത മട്ടിന് മാനസയാണെങ്കിൽ ചോദിക്കുന്നുണ്ട്, എന്നാലും കൺമണിയുടെ അവസ്ഥ വല്ലാത്ത കഷ്ടമായല്ലേ? തീരെ സാമ്പത്തികം ഇല്ലാത്ത അവസ്ഥയിൽ കൃഷി വഴിയെങ്കിലും ഒന്ന് രക്ഷപ്പെടാമെന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെ വന്നല്ലോ. അപ്പോഴും ധനലക്ഷ്മി ആണെങ്കിൽ ഒന്നും അറിയാത്ത മട്ടിന് എന്താ കാര്യമെന്ന് ചോദിക്കുന്നു. അപ്പം ചേച്ചി ഒന്നും അറിഞ്ഞില്ലേ? ഇല്ല. എന്താണെന്ന് വെച്ചാൽ പറ, എനിക്ക് ഞാനായിട്ട് പറഞ്ഞ് പ്രശ്നം ഉണ്ടാക്കുന്നില്ലെന്ന് പറഞ്ഞിട്ട് മാനസയാണെങ്കിൽ പറയാതെ പോകുന്ന സമയത്ത്, എന്താ മാനസേ സത്യം പറ, വഴിയരികിൽ കാത്തു നിന്ന് എൻ്റെ കൊച്ചിന് ഡ്രസ്സൊക്കെ മേടിക്കാൻ പൈസയൊക്കെ തന്നിട്ട് സത്യം പറ എന്നൊക്കെ പറയുമ്പോഴത്തേക്കും മാനസ ആ ബോംബങ്ങ് പൊട്ടിക്കുന്നുണ്ട്. കൃഷി ഇപ്പം സാഗർ കുടുംബത്തിലല്ലല്ലോ, എന്താ കാര്യമൊന്നും വല്ലതും പറഞ്ഞോ? ആ പറഞ്ഞിരുന്നു, അച്ഛനും മകനും തമ്മിലുള്ള എന്തോ പിണക്കം മാറുമ്പം തിരികെ ചെല്ലും. ആ പിണക്കം ഒരിക്കലും മാറുന്ന പിണക്കമല്ല. ശരിക്കും പറഞ്ഞാൽ കൃഷി സാഗർ കുടുംബത്തിലെ ആരുമല്ല, ബലരാമനാ, സാഗറിൻ്റെയും സുജാത ആൻറ്റിയുടെയും മകൻ. ഇത് അബദ്ധത്തിൽ കുഞ്ഞ് നഷ്ടമായതിൻ്റെ പേര് ഹോസ്പിറ്റലിൽ നിന്ന് അഡോപ്റ്റ് ചെയ്ത ഒരു കുഞ്ഞ് മാത്രമാണ് കൃഷി എന്നും അത് ഈ ഇടയ്ക്കാണ് സാഗറും സുജാതയും മനസ്സിലാക്കിയത്. അതുകൊണ്ട് തന്നെ സ്വത്തിൻ്റെ ഒരു ഭാഗം പോലും മകന് കൊടുക്കില്ല എന്നുള്ള വാശിയിലാണ് രണ്ടുപേരും. ഇനി മേലിൽ കൃഷിനെ ആ സാഗർ കുടുംബത്തിലേക്ക് കയറ്റില്ല എന്നൊക്കെ പറയുമ്പോഴത്തേക്കും കണ്ണിൽ ഇരുട്ട് കയറുന്നത് പോലൊക്കെ തോന്നുന്നുണ്ട്. ധനലക്ഷ്മിക്കാണെങ്കിൽ മാനസ പറയുന്നത് കേട്ടിട്ട് വിശ്വസിക്കാനേ പറ്റുന്നില്ല. എന്നാലും ഈ ഞെട്ടിക്കുന്ന സത്യം അറിഞ്ഞതിൽ ഒരുപാട് സന്തോഷമുണ്ട്. തൽക്കാലം ചേച്ചി ഇത് ആരുടെയും പറയണ്ട, അവസരം കിട്ടുമ്പം അറിഞ്ഞാൽ മതി. എന്നാലും ഒരു കുടുംബത്തിൽ താമസിച്ചു കൊണ്ടിട്ട് ശ്രീനിവാസനും കൺമണി ഇതുവരെ ഈ സത്യം ആരുടെയും തുറന്നു പറഞ്ഞില്ലല്ലോ. അത് ശരിയാണെന്ന് തോന്നുന്നുണ്ടോ? അതൊന്നും എനിക്കറിയില്ല. എന്തായാലും ഞാൻ പറഞ്ഞതായിട്ട് ആരുടെയും പറയണ്ട എന്ന് പറഞ്ഞ് മാനസയാണെങ്കിൽ ധനലക്ഷ്മി പറഞ്ഞയക്കുന്നുണ്ട്. ധനലക്ഷ്മിയാണെങ്കിൽ ഒരുപാട് സന്തോഷത്തോടെയാണ് പോകുന്നത്. കാരണം കൺമണിക്ക് നല്ലൊരു ജീവിതം കിട്ടിയെന്നുള്ള പേര് അമ്മായിമാരും അച്ഛനും മനോജും ഒക്കെ പൊക്കി പറയുന്നത് കേൾക്കുമ്പോഴത്തേക്കും ധനലക്ഷ്മിക്കാണെങ്കിൽ കുശുമ്പായിരുന്നു. അപ്പോൾ കൺമണിയുടെ അവസ്ഥ ഏകദേശം തങ്ങളെപ്പോലെയൊക്കെയാ, അനാഥന, ഒന്നുമില്ല എന്നുള്ള കേട്ടപ്പോഴത്തേക്കും ആ ഒരു സന്തോഷമാണ് ധനലക്ഷ്മിയെ ആശ്വസിപ്പിക്കുന്നത്. എന്നാൽ അതേസമയം വരുണാണെങ്കിൽ കാറിൽ നിന്ന് ഇറങ്ങി വന്നിട്ട്, കലക്കി മാനസ, നീ പറഞ്ഞതൊക്കെ സൂപ്പറായി എന്ന് പറയുന്ന സമയത്ത് നീ കാറി ഇരുന്നതല്ലേ, ഞാൻ പറഞ്ഞതെല്ലാം കേട്ടോ? കേൾക്കേണ്ട ആവശ്യം എന്താ? നിൻ്റെ മുഖത്തിൻ്റെ എക്സ്പ്രഷനും അവരുടെ മുഖത്തിൻ്റെ എക്സ്പ്രഷനും കാണുമ്പോൾ എനിക്കറിയത്തില്ലേ നീ പറഞ്ഞത് വർക്കൗട്ടായെന്ന്. അങ്ങനെ അവർ ഭയങ്കര ഹാപ്പി ആയിട്ടിരിക്കുന്നുണ്ട്. അതേസമയം ശാന്തമ്മയ്യ ആണെങ്കിൽ വിനയൻ സാറിനെ കാണാനായിട്ട് വീട്ടിലേക്ക് ചെല്ലുന്നുണ്ട്. ഒരു ചടങ്ങ് വിളിക്കാനാണ് വരുന്നതെന്ന് പറയുമ്പം ഒന്നും അറിയാത്ത മട്ടിന് ശാന്താമ്മയുടെ മുഖത്തിൻ്റെ എക്സ്പ്രഷൻ വെച്ച് കണ്ടുപിടിച്ചതാ എന്ന മട്ടിന് വിനയൻ സാർ ചോദിക്കുന്നുണ്ട്, ഗോകുലിൻ്റെ പിറന്നാളല്ലേ? അതെങ്ങനെ മനസ്സിലായി? അത് വാത്സല്യം നിറഞ്ഞ ഈ മുഖത്തെ എക്സ്പ്രഷൻ കണ്ടപ്പോൾ മനസ്സിലായി, എന്തായാലും ശാന്തയുടെ അല്ല, ഗോകുലിൻ്റെ പിറന്നാളായിരിക്കും. പിറന്നാൾ പാർട്ടിക്ക് വിളിക്കുമ്പോഴത്തേക്കും മറ്റേ അമ്മായിയോട് പറഞ്ഞതുപോലെ തന്നെ തനിക്കൊരു അസൗകര്യമുണ്ട്, വരാൻ പറ്റില്ല, പകരം ഒരു ഗിഫ്റ്റ് മേടിച്ച് വെച്ചേക്കാം, രാവിലെ വന്നാൽ മതി, അല്ലെങ്കിൽ വൈകിട്ടാണെങ്കിൽ രണ്ടുപേരും കൂടി കൂട്ടിമുട്ടിയാലോ? രണ്ടുപേരും ആര്? അല്ല, ബിസിനസ്സുമായി ബന്ധപ്പെട്ട് കുറച്ച് പേര് ചർച്ച ചെയ്യാൻ വേണ്ടി വരും. അപ്പം അവരും നിങ്ങളും കൂടി കൂട്ടിമുട്ടണ്ട എന്ന് വിചാരിച്ച് പറഞ്ഞാ എന്നൊക്കെ പറഞ്ഞ് ഒഴിവാക്കി വിടുന്നുണ്ട്. രണ്ടുപേരും കൂടി ഒരുമിച്ച് നിൽക്കുമ്പോൾ പിറന്നാൾ പാർട്ടിക്ക് പോയാൽ ശരിയാവില്ലെന്ന് അയാൾക്ക് വ്യക്തമായിട്ട് അറിയാം. എന്നിട്ട് മാറി നിന്ന് പറയുന്നുണ്ട്, ശരിക്കും പറഞ്ഞാൽ ഒരു വീട്ടിൽ രണ്ട് മണ്ടിമാരിങ്ങനെ കാണുമോ? അതേസമയം വരുണാണെങ്കിൽ
കൃഷിൻ്റെ തകർച്ച അറിഞ്ഞ് ഭയങ്കര സന്തോഷത്തിലാണ്. കൺമണിയാണെങ്കിൽ ഇനി തിരികെ വരണമെങ്കിൽ കൃഷിനേക്കായും ഭയങ്കര പണക്കാരനാ താനെന്ന് തോന്നിക്കണം. അതിന് വേണ്ടിയിട്ട് വിലപിടിപ്പുള്ള ഒരു 50 ലക്ഷം രൂപയുടെ കാറും കൂടി മേടിക്കാൻ തീരുമാനിക്കുന്നുണ്ട്. അതിനുവേണ്ടി പൈസ എങ്ങനെ അറേഞ്ച് ചെയ്യാം എന്ന് ആലോചിച്ച് നിൽക്കുമ്പോഴാണ് അച്ഛൻ വരുന്നത്. അപ്പോൾ അച്ഛൻ പറയുന്നുണ്ട്, ഇനി 1 രൂപ നിനക്ക് ഞാൻ അറേഞ്ച് ചെയ്ത് തരത്തില്ല. നിനക്ക് അത്രയ്ക്കും ആ പെൺകുട്ടിയെ ഇഷ്ടമാണെങ്കിൽ നടന്നോട്ടെ എന്ന് വിചാരിച്ച് നിൻ്റെ താളത്തിനൊത്തും ഈ മണ്ടന്മാരുടെ മണ്ട വർത്താനം കേട്ടിട്ടും ഞാൻ കൂടെ നിന്നു. ഇപ്പം എനിക്ക് മനസ്സിലായി, ഒരിക്കലും ആ പെൺകുട്ടി നിന്നെ വിവാഹം കഴിക്കാൻ പോകുന്നില്ല. നീ വിചാരിക്കുന്നത് പോലെയൊന്നും നടക്കാൻ പോകുന്നില്ല. ഇനിയും മണ്ടത്തരത്തിലേക്ക് ചെന്ന് എടുത്തു ചാടാൻ എന്നെ കൊണ്ട് പറ്റില്ല. പിന്നെ കടം കയറി നീ ആത്മഹത്യ ചെയ്യാനും കാണാൻ വല്ല ഉദ്ദേശം ഉണ്ടെങ്കിൽ അതിനു മുമ്പ് എന്നെ ഒന്ന് അറിയിക്കണം. കാരണം കുറച്ച് പൈസ അടിച്ചു മാറ്റിക്കൊണ്ട് എനിക്ക് ഈ നാട് വിട്ടു പോകാനാ. ഈ ഫോണും കൂടെ അങ്ങ് കളഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നീ ചത്തോ ജീവിച്ചോ എന്നൊന്നും എനിക്ക് അറിയേണ്ട കാര്യമില്ലല്ലോ. അച്ഛൻ ഇത്രയും സ്നേഹം എന്നോടുണ്ടായിരുന്നോ എന്ന് ചോദിച്ച് കളിയാക്കുന്നുണ്ട്. അച്ഛൻ പൈസ തന്നില്ലേലും പണം ഒപ്പിക്കാനുള്ള മറ്റൊരു മാർഗം വരുൺ കണ്ടെത്തിയിട്ടുണ്ട്. അത് ജോത്സ്യനും ആ ഗുണ്ടയും സമ്മതം മൂളി നിൽക്കുമ്പോൾ കടക്കെണിയിലേക്കാണ് വരുണിൻ്റെ പോക്ക്. എന്തായാലും കൃഷി തകർന്നു എന്നുള്ള സന്തോഷത്തിൽ വരുൺ കാണിക്കുന്ന ഈ മണ്ടത്തരം വരുണിന് തന്നെ അല്ലാത്തൊരു വിനയിലേക്ക് കാര്യങ്ങൾ നീക്കും. കാത്തിരിക്കാൻ എന്താകുമെന്ന്. ധനലക്ഷ്മി അല്ലേ ആള്. മാനസ വഴി അറിഞ്ഞ കൃഷിൻ്റെ ജന്മരഹസ്യം ഇനി ഗോകുലിൻ്റെ പിറന്നാൾ പാർട്ടിക്കിടെ പൊട്ടിക്കുമോ ഇല്ലയോ എന്ന് കാത്തിരുന്ന് കാണാം. വീണ്ടും കൃഷിനെ സങ്കടപ്പെടുത്താനാണോ ധനലക്ഷ്മി മാനസയൊക്കെ ശ്രമിക്കുന്നത്?